ഇന്ന് രാവിലെ ഞാൻ എൻ്റെ വാട്സപ്പിലേക്ക് കയറി. അപ്പോൾ അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചേക്കാണ്, എങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുക, അത് നല്ല സ്റ്റുഡിയോ ക്വാളിറ്റിയുള്ള പാട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാനതിങ്ങനെ ആലോചിക്കുന്നിടയ്ക്ക് എൻ്റെ പോക്കറ്റിൽ നിന്ന് എനിക്കൊരു 10 രൂപ ഞാൻ കണ്ടപ്പോൾ കിട്ടി. അപ്പോൾ ഞാൻ ഈ 10 രൂപ കൊണ്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ സ്വന്തമായിട്ടൊരു മൈക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ പാട്ട് റെക്കോർഡ് ചെയ്യും, അത് നല്ല സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ പാട്ട് പാടി ഇങ്ങനെ റെക്കോർഡ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണുന്നത്. സോ നമുക്ക് 10 രൂപയ്ക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ മൈക്ക് ഉണ്ടാക്കാം, ഇത് നടക്കുമോ ഇല്ലയോ, നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. യെസ്, അപ്പോൾ ഞാൻ എന്തേ 10 രൂപയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി കടയിലേക്ക് പോവാം. 10 രൂപയ്ക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കാം. 10 രൂപയ്ക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമുക്ക് കടയിലേക്ക് പോവാം. നമ്മൾ കടയിൽ നിന്ന് തിരിച്ചെത്തി. ഭയങ്കര വെയിൽ. നമ്മൾ കുരുവലത്ത് 2-3 കടകളിലൊക്കെ കയറി ഇറങ്ങി. അപ്പോൾ ഞാൻ ഓരോ കടയിലും മൈക്കിൻ്റെയൊക്കെ റേറ്റ് ചോദിച്ചത്. അപ്പോൾ ചില കടയിൽ 500 രൂപ, 600 രൂപ, ഏറ്റവും കുറഞ്ഞത് 300, 400 അങ്ങനത്തെ റേറ്റൊക്കെയാണ് പറയുന്നത്. ഏറ്റവും 1500 രൂപയുടെ മൈക്ക് വരെ ഉണ്ട്. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൽ ഇതൊന്നും കുത്താൻ പറ്റാത്ത മൈക്കുകളായിരുന്നു. കമ്പ്യൂട്ടറിൽ കുത്തുന്ന മൈക്ക് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഹെഡ്സെറ്റ് മൈക്ക് തന്നെ യൂസ് ചെയ്താൽ മതി, അത് തന്നെ അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ ഹെഡ്സെറ്റ് മൈക്കിൽ നമുക്ക് അത്ര ക്വാളിറ്റി കിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ഹെഡ്സെറ്റ് മൈക്കിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നൊരു സാധനമുണ്ട്, കണ്ടൻസറിനാണ് പറയുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ കുറച്ച് വലിപ്പം കൂട്ടിയിട്ടുള്ളൊരു കണ്ടൻസർ തരാം. അത് മൈക്കല്ല, പക്ഷെ അത് ഒരു കണ്ടൻസറാണ്. ആ സാധനം വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്ക് ഉണ്ടാക്കാം. മൈക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുമെന്ന് പറയും. അപ്പോൾ അത് ആ മൈക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാനവിടെ നിന്ന് മേടിച്ചപ്പോൾ ഈ കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സാധനം, അതിന് നിസ്സാര പൈസയേ ഉള്ളൂ, 8 രൂപ ഉള്ളൂ. അപ്പോൾ നമ്മൾ 10 രൂപയുടെ ചാലഞ്ചിൽ ഇപ്പോൾ 8 രൂപയ്ക്ക് നമ്മളെ കണ്ടൻസർ മൈക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 8 രൂപയുണ്ട്, അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ വെച്ച് മൈക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കടയിൽ 2 സാധനമാണ് മേടിച്ചത്. ഒന്നാമത്തത് ഇത് ഇലക്ട്രിക് കണ്ടൻസർ മൈക്രോഫോൺ എന്ന് പറയും. ഈ ഒരു ചെറിയ വിരലിൻ്റെ സൈസേ ഉള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ 2 വയറുണ്ട്. 2 വയർ നമ്മൾ ഇതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മേടിച്ച സാധനം എന്ന് പറയുന്നത് ഒരു മോണോ ജാക്കാണ്. ഒരു 3.5 mm മോണോ ജാക്ക്. ഇതിൽ നമ്മളൊരു വയർ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു. അപ്പോൾ ഈ 2 സാധനമാണ് നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചത്. ഇനി ഈ 2 സാധനം കൊണ്ട് നമുക്ക് എങ്ങനെയാണൊരു സ്റ്റുഡിയോ ക്വാളിറ്റി മൈക്ക് ഉണ്ടാക്കി പാട്ട് പാടാന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഈ വയറ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോഴേ പെട്ടെന്ന് എനിക്ക് അവിടെ ഒരു സാധനം ഞാൻ കണ്ടു. നമ്മുടെ പഴയ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടായി. അപ്പോൾ അതിനൊരു കൂടുതൽ ഓക്സ് കേബിൾ ഫ്രീ കിട്ടിയിട്ടുണ്ടായി. ഇത് ഇങ്ങനെ ഒരു ഓക്സ് കേബിള്. അപ്പോൾ ഈ കേബിൾ എന്തായാലും ബ്ലൂടൂത്ത് സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ കരുതി നമുക്ക് ഈ കേബിളിൻ്റെ അറ്റത്തും അതേപോലെ കണ്ടു ഒരു 3.5 mm മോണോ ജാക്ക് ഇരിപ്പുണ്ട്. ഇത് നല്ല അത്യാവശ്യം നീളമുള്ള വയറുമാണ്. എങ്കിലും ഈ വയറിനെ ഇതേപോലെ ഉള്ള മറ്റേ അറ്റം കട്ട് ചെയ്തിട്ടേ നമുക്ക് അവിടെ നമ്മുടെ മൈക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ലെങ്ത് ആയിട്ടുള്ള വയറും കിട്ടും. സോ അങ്ങനെ ചെയ്യാമെന്നത്. നമ്മുടെ മൈക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മൈക്കിൻ്റെ അറ്റത്തുനിന്ന് ഈ വയർ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ സാധനം ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പച്ച കളറിലെ ഒരു ഹോളും ഒരു ജാക്കും പിന്നെ ഒരു പിങ്ക് കളറിലൊരു ജാക്കും കിട്ടും. അപ്പോൾ നമ്മുടെ മൈക്കിൻ്റെ ഈ എൻഡ് ഉണ്ടല്ലോ, മൈക്കിൻ്റെ ഈ എൻഡ് നമ്മുടെ പിങ്ക് കളറിലെ ജാക്കിൽ ഇൻസെർട്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മൈക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ മൈക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ നോക്കാനായിട്ട് നമ്മുടെ വോളിയം ബട്ടൺ ഇല്ലേ, സിസ്റ്റത്തിൽ വോളിയം ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ റെക്കോർഡിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ റെക്കോർഡിംഗ് ഡിവൈസ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ബോക്സ് വരും. പിന്നെ നമ്മുടെ മൈക്രോഫോൺ ടിക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൈക്രോഫോണിൽ സംസാരിച്ച് നോക്കാം. ഹലോ ഇപ്പോൾ ഞാൻ എൻ്റെ മൈക്രോഫോണിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു ഗ്രീൻ കളറിലുള്ള ഇൻഡിക്കേറ്റർ കാണാം, അതായത് നമ്മുടെ മൈക്രോഫോൺ റീഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. സോ ഇനി നമുക്ക് പാട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇനി പാട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അവൈലബിൾ ആണോ എന്ന് നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാം. സോ ഫ്രീ ആയിട്ടുള്ളൊരു പാട്ട് റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മൈക്ക് സിസ്റ്റത്തിൽ കുത്തിയതിന് ശേഷം ഇനി നമുക്ക് പാട്ട് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള സോഫ്റ്റ്വെയറാണ് വേണ്ടത്. അപ്പോൾ സിസ്റ്റത്തിൽ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഒഡാസിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ ക്രോമിൽ ചെന്നിട്ട് ഒഡാസിറ്റി ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിലുള്ള ഇൻ്റർനെറ്റാണ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായി. അത് മുകളിൽ കാർഡ് വരും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളത് കാണുക. സോ നമ്മളിപ്പോൾ ഒഡാസിറ്റി ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഒഡാസിറ്റിയുടെ ഡൗൺലോഡ് പേജ്. ഒഡാസിറ്റി നമുക്ക് വിൻഡോസിലും ഉണ്ട്, മാക്കിലും ഉണ്ട്, ലിനക്സിലും ഉണ്ട്. ഇപ്പോൾ ഞാൻ വിൻഡോസ് ആയതുകൊണ്ട് ഞാൻ വിൻഡോസിൻ്റെ ഡൗൺലോഡ് ചെയ്യാൻ പോവാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിന് ശേഷം നമ്മളിപ്പോൾ ഇതിൽ സിപ്പ് ഫയൽ നമുക്ക് എടുക്കാം. സിപ്പ് ഫയൽ ആകുമ്പോൾ കുറച്ചുകൂടെ സൈസ് കുറവായിരിക്കും. നമ്മൾ സിപ്പ് ഫയൽ ഇവിടെ വിൻഡോസ് സിപ്പ് ഫയലുണ്ട്, നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം താഴെ ഇപ്പോൾ ഒഡാസിറ്റി ഞാനിപ്പോൾ ഡൗൺലോഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഞാൻ വീണ്ടും ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഒഡാസിറ്റി ഓപ്പൺ ചെയ്യാം. ഇതാണ് ഒഡാസിറ്റിയുടെ മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കരോക്കെ ഇട്ടാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കരോക്കെ ഇതിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്തിടുക. ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടുമ്പോൾ തന്നെ മുകളിൽ കരോക്കയുടെ ട്രാക്ക് വരും. ഞാൻ വേണമെങ്കിൽ ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഇതിൽ സോങ്സ് ഒന്നും ഇപ്പോൾ ഞാൻ ഓക്കെ ഈ ഒരു കരോക്കെ ഞാനിപ്പോൾ ഇതിൽ ഡ്രാഗ് ചെയ്തിടാം. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഡ്രാഗ് ആയില്ലേ. ഇനി നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മുകളിലൊരു റെക്കോർഡിൻ്റെ ഒരു ബട്ടൺ കാണും, ചുവപ്പ് കളറുള്ള ബട്ടൺ. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പാട്ട് ഈ കരോക്കയുടെ കൂടെ തന്നെ റെക്കോർഡായി തുടങ്ങും. സോ ഞാനിപ്പോൾ കരോക്കെ ഒന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് മൈക്കിൻ്റെ ഒരു ക്ലാരിറ്റി കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നുമില്ലാതെ ഒരു പാട്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കരോക്കെ ക്ലോസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്തൊരു പാട്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പോവാണ്. നീലക്കായലു പോൽ തോന്നും മൂമൽ പെണ്ണാണ്, മൂടിക്കാർ മുകിലും തോൽക്കും നാടൻ ചേലാണ്, കൊണ്ടേ പോരാ പെണ്ണാളേ പൊന്നോണക്കാലത്ത്, കണ്ണും നെഞ്ചും തന്നാലേ നീ പാടും നേരത്ത്, തങ്കത്താമര പോൽ പൂന്തേൻ ചുണ്ടും നെഞ്ചാണ്, ചെല്ലത്താരകളും പെണ്ണും പണ്ടേ കൂട്ടാണ്. ഞാൻ പാടിക്കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ റെക്കോർഡായിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി എത്ര ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു റെക്കോർഡ് ചെയ്തത് ഒന്ന് എഡിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ MP3 ആയിട്ടുള്ളത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഇപ്പോൾ തന്നെ പ്ലേ ചെയ്യാം. സോ നമുക്ക് ഈ ഒരു ഓഡിയോ ഫയൽ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഈ ഇവിടെ മുകളിൽ എഫക്റ്റ് എന്ന് പറഞ്ഞ പാനലിലുണ്ട്. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ട്യൂട്ടോറിയൽ വേറെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒഡാസിറ്റിനെ കുറിച്ചൊരു ട്യൂട്ടോറിയൽ ഫുള്ള് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ബേസിക്കായിട്ട് പറഞ്ഞുതരാം. ഒഡാസിറ്റിയിൽ ചെയ്യുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇതിൽ എഫക്റ്റിലുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്ത് ചെയ്യുക എഡിറ്റിങ്. ഇപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഈ ഒരു പാട്ട് നിങ്ങൾക്ക് MP3 ആയിട്ട് ഇപ്പോൾ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നീലക്കായലു പോൽ തോന്നും മൂമൽ പെണ്ണാണ്, മൂടിക്കാർ മൂക്കിലും തോൽക്കും നാടൻ ചീലാണ്, കൊണ്ടേ പോരാ പെണ്ണാളേ പൊന്നോണക്കാലത്ത്, കണ്ണും നെഞ്ചും തന്നാലേ നീ പാടും നേരത്ത്, തങ്കത്താമര പോൽ പൂന്തേൻ ചുണ്ടും നെഞ്ചാണ്, ചെല്ലത്താരകളും പെണ്ണും പണ്ടേ കൂട്ടാണ്. സോ അങ്ങനെ നമ്മൾ 10 രൂപയുടെ ചാലഞ്ച് വിജയിച്ചിരിക്കുകയാണ്. എന്തോ ഭാഗ്യവശാലാണ് എനിക്ക് ആ മോണോ ജാക്ക് എൻ്റെ വയറിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊരു 15 അല്ലെങ്കിൽ 20 രൂപയുടെ മൈക്കായേനെ. എന്നാലും കുഴപ്പമില്ല, 20 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റിയിലുള്ള പാട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പാട്ട് പറഞ്ഞ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം വീട്ടിൽ തന്നെ. നിസ്സാര പൈസയ്ക്ക് നമുക്ക് ഇത്ര അടിപൊളിയായിട്ടൊരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സാധനം ട്രൈ ചെയ്യാം. അപ്പോൾ കൂടുതൽ ഇതേപോലത്തെ അടിപൊളി വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടാതെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.